ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ സംസ്ഥാനം ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്. വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പില്ലാതെ KSEB വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ 25 മിനിറ്റ് വരെ ഇന്നലെ മുന്നറിയിപ്പില്ലാതെ പവർ കട്ട് നടത്തി. എതിർപ്പറിയിച്ച് ഇടതു നേതാക്കളും ഫുട്ബോൾ ആരാധകരും രംഗത്തുണ്ട്. ലോകകപ്പ് ആവേശത്തിനൊപ്പം സംസ്ഥാനത്ത് അതിനിടയിൽ രാത്രികളിൽ ഉണ്ടാകുന്ന പവർ കട്ട് കൂടി ചർച്ചയാവുകയാണ്. പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഫുട്ബോൾ ആരാധകരുടെയാണ്. ഒപ്പം വീടുകളിൽ ആ സമയത്ത് മഴ കുറച്ചു മാറി നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ചൂടും വീടുകളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ വി ശിവൻകുട്ടിയും CPM നേതാക്കളായ വി ശിവൻകുട്ടിയും മുൻ MLA VK പ്രശാന്ത് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിഹാസ രൂപേണയാണ് VK പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ചേർത്ത് വെച്ചായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് സർക്കാരിനെതിരെയുള്ളൊരു ആയുധമായി കൂടി പ്രതിപക്ഷം കാണുന്നുണ്ട്. ഇന്നലെ 2 തവണ കറണ്ട് കട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ദിരാ ഘട്ടത്തിൽ കൂടുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ താഴെ ആളുകൾ വന്നിട്ട് 2 അല്ല 3 തവണ പോയ അനുഭവം 4 തവണ പോയ അനുഭവം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ മനസ്സിലാവാത്തൊരു ഭാഗം സാധാരണഗതിയിൽ KSEB എന്തെങ്കിലും പണികൾ നടക്കുമ്പോഴോ മറ്റോ ഒക്കെ തന്നെ മെസ്സേജ് ഇടാറുണ്ട്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന് പവർ സപ്ലൈ ഫെയിലർ ആവും എന്ന് മെസ്സേജ് ഇടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാത്തത്? മുൻകൂറായി അറിയിക്കാതെയാണ് ഇത്തരത്തിൽ പലതവണ 10 മണി മുതൽ ഇത്തരത്തിൽ ഒരു പവർ കട്ട് നേരിടുന്നത്. അതെന്തായാലും ഒഴിവാക്കണം, അത് ശരിയല്ല എന്ന നിലപാടിലാണ് എന്തായാലും എല്ലാവരും ഉള്ളത്. ലോകകപ്പ് ആവേശത്തിലാണ്. ഒപ്പം സാധാരണക്കാരും ഈ പറയുന്ന പോലെ കാലാവസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും അറിയിച്ചുകൊണ്ട് മാത്രമാകണം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകേണ്ടത് എന്ന അഭ്യർത്ഥനയാണ്, എന്ന നിലപാടിലാണ് എന്തായാലും ആളുകളും പ്രതിപക്ഷവും എല്ലാം ഉള്ളത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.